തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 31. സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18 മുതൽ 21 വരെയും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയും തിരുവചനങ്ങൾ. ശിലറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. ഒരു വർഷാന്ത്യത്തിൽ നാം എത്തി നിൽക്കുന്നു. ഒരു പുതുപ്പുലരിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. നിരന്തരമായി മനുഷ്യജീവിതം അഭിമുഖീകരിക്കുന്ന രണ്ട് ജീവിതാവസ്ഥകൾ നമ്മുടെ മുൻപിൽ വരികയാണ്. ഒരു പോയ കാലവും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും. ഈ വരാനിരിക്കുന്ന കാലം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നമുക്കായി കൈവന്നിരിക്കുന്നു എന്ന ബോധ്യമാണ് സുവിശേഷം എന്ന് അവതരിപ്പിക്കുക. ആശയമായിരുന്ന ദൈവം അറിവായി, ആളത്വമായി നമ്മുടെ മുൻപിൽ. ഒരു കാലത്ത് ദൈവം ഒരു കേട്ടുകഴിവിയായിരുന്നു. പ്രവാചക വചസ്സുകളിലൂടെ, ന്യായാധിപന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടാണ് മനുഷ്യകുലം വളർന്നത്. ദൈവത്തെ ആശയമായി, സങ്കല്പരൂപമായി കരുതിയിരുന്ന ഒരു കാലത്ത് ദൈവിക വെളിപാടുകൾക്ക് പലവിധങ്ങളായ മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു. ദൈവം പറയുന്നവ എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് ഇടയായി. അവയിലൂടെയെല്ലാം തിരിച്ചറിഞ്ഞ ദൈവസങ്കല്പങ്ങളുടെ പിന്നാലെയായിരുന്നു മനുഷ്യർ. എന്നാൽ സമയത്തിൻ്റെ പൂർത്തിയിൽ ദൈവം ശരീരധാരിയായി വന്നു, അഥവാ ആശയങ്ങളുടെ ലോകത്ത് നിന്ന് ആളത്വത്തിലേക്ക് വന്നു. പഴയതുപോലെ വഴിതെറ്റാൻ ഇടയില്ലാത്ത വിധം അവനിലായിരിക്കുകയും അവനിലൂടെ ചരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ കേവല ആശയമായിട്ടല്ല, ഒരറിവ് രൂപമായിട്ടല്ല, ഒരു ജീവിതമായി, ഒരനുഭവമായി, ഒരു സത്യമായി ക്രിസ്തു നമ്മോടുകൂടെ. അതുകൊണ്ട് തന്നെ വചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആദിയിലുണ്ടായിരുന്ന വചനമായ ദൈവം ആളത്വമായി മാറുന്നു, മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു. വചനം മാംസമായി നമ്മെ വചനമാക്കാൻ വേണ്ടിയാണ്, ദൈവമാക്കാൻ വേണ്ടിയാണ്. മണ്ണിനെ വിണ്ണോളം എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് ക്രിസ്തുവിൽ പൂർത്തിയായതും ഇന്ന് തുടരുന്നതും. ഞാൻ നിങ്ങളും ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ ക്രിസ്തുവിനെ അനുഭവിക്കാനും അനുഭവപ്പെടുത്താനും നമുക്ക് കഴിയണമെങ്കിൽ കൃപയിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ആര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അങ്ങനെ ദൈവമക്കളാവുകയും ക്രിസ്തുവിലാണെന്ന ബോധ്യത്തിൽ ജീവിക്കുകയും ക്രിസ്തുവിനെ പിന്തുടരുകയുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴി. അത് മാനുഷികമായി സാധ്യമല്ല, അവിടെയാണ് കൃപയാൽ സാധ്യം. മോശ വഴി നിയമം നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തുവിലൂടെ ഉണ്ടായി. യേശുവിലൂടെ നമുക്ക് കൈവന്ന സൗഭാഗ്യം കൃപയുടേതാണ്. ദൈവികത നമ്മുടെ മാനുഷികതയിൽ വസിക്കുന്നു. അതുകൊണ്ട് മാനുഷികമായി നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളെ നിറവേറ്റാൻ, മാനുഷികമായി സാധ്യമല്ലാത്ത സ്വയം സമർപ്പണത്തിൻ്റെ, ഒരു സെൽഫ് ഗീവിങ് നേച്ചറിൻ്റെ അനുഭവം നമുക്ക് നൽകാൻ ക്രിസ്തുവിന് സാധിക്കും. യേശുക്രിസ്തുവിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ മുറിച്ചു വിളമ്പാനും അവരിന് വേണ്ടി ഭക്ഷണമാകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. പോയ കാലത്ത് എത്രത്തോളം ക്രിസ്തുവിനെ അനുഭവിക്കാനും അനുഭവപ്പെടുത്താനും കഴിഞ്ഞു എന്നതിൻ്റെ ഒരു പരിശോധനയും വിശകലനവും ഒരു വർഷാന്ത്യത്തിൽ നാം നടത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ക്രിസ്തു അഭിമുഖമായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്തു സ്നേഹത്തിനകത്ത് നിലകൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ തമ്പുരാൻ്റെ കൃപയും സാന്നിധ്യവും കൂടുതൽ അനുഭവപ്രദമാകണമെന്ന് പ്രാർത്ഥിക്കാനായി ഈ വർഷാന്ത്യത്തെ നമുക്ക് കഴിയണം. ഒപ്പം തന്നെ മുന്നോട്ടുള്ള പ്രയാണം ഒരു പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ള പ്രയാണമായിട്ടല്ല, ഒരു നിരന്തരതയിൽ മാറ്റത്തിൻ്റെ ജീവിതം നയിക്കാനുള്ള ഒരു ഇടമായിട്ട് അതിനെ കാണണം. ജീവിതത്തിന് ഒരൊഴുക്കാണ്, ആ ഒഴുക്കിന് ഒരു വിഭജനം സാധ്യമല്ല. പഴയതും പുതിയതും സാധ്യമല്ല. പുതിയതിലായവരാണ് നമ്മൾ. ക്രിസ്തുവിലായവൻ നവീനനാണ്, അവൻ പഴയതല്ല. അപ്പോൾ പഴയതും പുതിയതുമായി മാറ്റി നിർത്തിക്കൊണ്ടല്ല, ഈ പുതുമയിൽ, ക്രിസ്തുവാകുന്ന പുതുവീഞ്ഞിൻ്റെ ലഹരിയിൽ ജീവിതം ആസ്വദിക്കാനും അനുഭവപ്പെടുത്താനും നമുക്ക് കഴിയണം. അവിടെ സഹനങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നവയായി മാറുന്നില്ല. ഒപ്പം തന്നെ നമ്മെ തന്നെ മുറിച്ചു വിളമ്പാനുള്ള അവസരങ്ങൾ
ഒരു മോശപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറുന്നില്ല. കൂടുതൽ മേന്മയോടെ സ്നേഹത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും ക്രിസ്തുവിൽ. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് സുവിശേഷം എന്ന് നമ്മോട് പറയുക. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, വചനമാകുന്ന ക്രിസ്തു ആത്മസ്വരൂപമായി നമ്മിൽ വസിക്കുന്നുവെന്നല്ല, ശരീരധാരിയായവനായി നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആളത്വം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളെയും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കും. അതുകൊണ്ട് ഒരു അവസാന മണിക്കൂർ എന്ന ബോധ്യത്തോടെ, ജീവിതത്തിൻ്റെ ഒരു അന്ത്യഘട്ടത്തിലെന്ന ബോധ്യത്തോടെ നിരന്തരം വ്യാപരിക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടേണ്ട കാലം സമാഗതമായി എന്ന ബോധ്യത്തോടെ. അതുകൊണ്ട് ക്രിസ്തുവിനെ ഒരു ദൂരെയുള്ള ആളായിട്ടല്ല, നമ്മിൽ തന്നെ നിലകൊള്ളുന്നവനും നാം ക്രിസ്തുവിൽ നിലകൊള്ളുന്നു എന്ന ബോധ്യത്തിലും നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയണം. അതുകൊണ്ട് പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ശ്ലീഹ പറയും. അഭിഷേകം എന്ന വാക്ക് പലപ്പോഴും തെറ്റായിട്ടാണ് നാം കരുതുന്നത്. പുറമേ നിന്ന് വരുന്ന ഏതോ ഒരു അനുഭവമായിട്ടാണ്. അകമേ വസിക്കുന്നവനെ അനുഭവിക്കുന്നതിന് സാഹചര്യത്തിലേക്ക് ഹൃദയമുണരുന്നതിൻ്റെ പേരാണ് അഭിഷേകം. അങ്ങനെ അഭിഷേകം ക്രിസ്തു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ സത്യം അറിയായ കൊണ്ടല്ല, സത്യം അറിയുന്നത് കൊണ്ടും വ്യാജമായതൊന്നും സത്യത്തിൽ നല്ലാത്തത് കൊണ്ടുമാണ് താനിത് പറയുന്നതെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പറയും. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവർ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഇങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടും ജീവിത യാഥാർത്ഥ്യമായി അനുഭവിച്ചുകൊണ്ടും മുൻപോട്ട് പോകാൻ ആത്മാവിൻ്റെ അധിക ബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതം ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ഒരു പ്രയോഗതലത്തിലേക്ക്, ജീവിതത്തിലേക്ക് വചനമാവുന്ന ക്രിസ്തുവിനെ കൊണ്ടുവരുമ്പോഴാണ്. അപ്രകാരം ജീവിതാനുഭവമായി മാറാൻ, ക്രിസ്തുവിൽ നവജീവിതം ആരംഭിക്കാൻ ഈ വർഷാന്ത്യത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള ചുവടുവെപ്പാണെന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ ഒരു വർഷാന്ത്യം നമ്മെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു തിരികെ നടപ്പിൻ്റെ അവസരമാക്കി മാറ്റാം. ഒപ്പം തന്നെ ഒരു നവജീവിതത്തിനുള്ള ആഹ്വാനം അതിലടങ്ങിയിട്ടുണ്ടെന്ന് കാണാം. അങ്ങനെ ജീവിതത്തെ സമഗ്രമായി ക്രിസ്തുവിൽ അർപ്പിക്കാനും അനുഭവിക്കാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.